ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളി ഇഞ്ചി അഥവാ പുളിങ്കറിയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇതിനാദ്യം തന്നെ ആവശ്യമുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം. ഞാനൊരു അത്യാവശ്യം വലിയൊരു ഇഞ്ചിയാണ് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് ശർക്കരയാണ്. എനിക്ക് കൂടുതൽ മധുരമുള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ല മധുരമുള്ള ശർക്കര, ഒരാണി ശർക്കര നന്നായി തിളപ്പിച്ച് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിന് കുറച്ചുകൂടെ കൂടുതൽ പുളി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ അരി, സാധാരണ ചോറ് വെക്കുന്ന അരിയും 1/4 ടേബിൾ സ്പൂൺ ഉലുവയാണ്. അത് നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതാണ്. പിന്നെ കുറച്ച് 3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഉപ്പ്. ഇത്രയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ അരിയും അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവയും ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അരി പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. വറുത്ത് കഴിഞ്ഞാൽ അരി ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാം. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ ഫ്രൈ പാൻ തന്നെയാണ് നമ്മൾ പുളിയിഞ്ചി തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് വേണമെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പുളി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അരിയും ഉലുവയും ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ട് അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം ഈ അരിയും ഉലുവയും അതിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമില്ല. ബാക്കി നമുക്കൊരു ബൗളിലിട്ടിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നീട് പുളിയിഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കെടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിയും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ശർക്കര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. നമ്മുടെ പുളിങ്കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഒരു പിഞ്ച് സോൾട്ട് കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം.
നമ്മുടെ പുളിങ്കറി ഇപ്പം നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ചൂട് തണിഞ്ഞ ശേഷം ഇത് സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിലായിട്ടുള്ള ഒരു പുളിങ്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രം മലബാർ ഫുഡ് ബുക്ക്.